അമ്മമാർക്ക് ഒരു വലിയ കയ്യടി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സന്തൂർ മമ്മിമാരാണ്, പല പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ പോലും കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് വേണ്ടി അവർ സ്പെഷ്യലി കോറിയോഗ്രാഫി ചെയ്ത് കമ്പോസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത ഒരു നൃത്ത ഇനം കൂടിയാണ്. സോ മൂവിങ് ഓൺ, ഇനി ഞങ്ങളുടെ ബാക്കിയുള്ള 4 അവാർഡ്സിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ എല്ലാം ത്രസിപ്പിക്കാനായിട്ട്, നിങ്ങളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാനായിട്ട് ജാസി ഗിഫ്റ്റും അഖില ആനന്ദും കൂടെ ചേർന്നൊരുക്കുന്ന സംഗീത വിരുന്ന് വിത്ത് എ മ്യൂസിക് ബാൻഡ് ഈ ഒരു വേദിയിൽ അരങ്ങേറും. ആരും തന്നെ അത് മിസ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജാസി ഗിഫ്റ്റ് ഈ ഒരു വേദിയിൽ എത്താൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മുടെ അവാർഡ്സിലേക്ക് കടക്കുന്നു. ഇനിയുള്ള 4 അവാർഡും ഞങ്ങളുടെ സ്പെഷ്യൽ ജൂറി അവാർഡ്സ് ആണ്. സോ സ്വർണ്ണമുഖി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഞങ്ങളുടെ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിൽ അടുത്തതായിട്ട് ഞങ്ങളുടെ യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് നൽകാനായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഹീസ് എ ഗ്രേറ്റ് ഡയറക്ടർ ആൻഡ് മോറോവർ ഡയറക്ടറെക്കാൾ ഉപരി കൃത്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു സീരിയൽസ് ആയാലും സിനിമാസ് ആണെങ്കിലും വലിയൊരു ലെഗസിക്ക് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. കൃത്യമായി തന്നെ നമുക്ക് വേണ്ടിയിട്ട് കഥാപാത്രങ്ങളെ വിശ്വസനീയമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഷോയ് ചേട്ടനെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഈ സുമുഖനായിട്ടുള്ള ഞങ്ങളുടെ താരത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ലീഷോയ് ചേട്ടനെ സാദരം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്ന് ആക്ടറായിട്ട് ഒരുപാട് സീരിയൽ സിനിമാസിലൊക്കെ തന്നെ ഞങ്ങളുടെ സൂപ്പർ താരങ്ങളുടെയൊക്കെ അച്ഛനായും ഒരുപാട് നടിമാരുടെ നായികമാരുടെ അച്ഛനായും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളും നായികയാണ്. സോ അങ്ങനെ ഇതാ ഒരു വലിയ സിനിമാ പാരമ്പര്യത്തിൻ്റെ ഒരു കുടുംബത്തിൽ നിന്നും നമുക്കറിയാം ഇപ്പോൾ ഇതാ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഷോയ് ചേട്ടനെ ഞാനിതാ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ലീഷോയ് ചേട്ടാ, കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു വലിയ ഉത്സവമാണ് ഞങ്ങളുടെ കേരള വിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു, ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു താരത്തെ നമുക്ക് തൃശ്ശൂരിൻ്റെ മണ്ണിൽ വേണമെന്ന്. തൃശ്ശൂരിന് നൽകാൻ പറ്റുന്ന ഏറ്റവും സുമുഖനായിട്ടുള്ള താരത്തെയും ഞങ്ങൾ ഇവിടെ ഇതാ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഒരു വലിയ കൈയടി കൊടുത്തോണ്ട് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നും കൂടി ചേച്ചിമാരുടെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്യണം ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. കുടുംബശ്രീക്കാരെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഇവർക്ക് പല സാധനങ്ങളും പഴയ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാനും പിന്നെ പരിസരം വൃത്തിയാക്കാനും നമ്മളെ കേരളത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബശ്രീക്കാരാണ്. ശരിക്കും അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിവരില്ല. എല്ലാവർക്കും ഇവിടെ അവാർഡ് വാങ്ങുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. യുവത്വത്തിനുള്ള ഒരു ടിപ്പ് ഒന്ന് പറയോട്ടെ, യുവത്വം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു ടിപ്പ്. രവിയേട്ടായിരിക്കുന്നത് കണ്ടില്ലേ? രവിയേട്ടൻ ഇപ്പോഴും നല്ല ചുള്ളനായിട്ടായിരിക്കുന്നത്. രവിയേട്ടൻ നിത്യ യൗവനം. എന്നാലും എന്തെങ്കിലും ഒരു ടിപ്പ് ചേച്ചിമാർക്ക് വേണ്ടി. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ചെയ്യാറൊന്നുമില്ല. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ജിമ്മിൽ പോകും, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എല്ലാ ദുസ്വഭാവങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാലും ഇങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുകയാണ്. സോ ഇനി അടുത്തതായിട്ട് പ്രശംസാപത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ 2 ക്ലയൻസിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ കീർത്തി റൈസിൻ്റെ സെയിൽസ് മാനേജർ പ്രശാന്ത് മേനോൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് മിസ്സസ് സുദീന VS, 2 പേരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ 2 ഇന്ന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലയൻസ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന ടീംസൊക്കെയാണ്. സോ ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് കേരള വിഷൻ്റെ ന്യൂസ് ചാനലിൻ്റെ ഡയറക്ടർ മിസ്റ്റർ സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ഇനി ഞങ്ങളുടെ സ്പെഷ്യൽ ജൂറി അവാർഡാണ്. IT രംഗത്തെ മികവിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് നേടുന്നു ഐക്കൺ കൺസൾട്ടൻസി തൃശൂർ. ഐക്കൺ കൺസൾട്ടൻസി ആണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്. സോ ഐക്കൺ കൺസൾട്ടൻസി ടീമിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പ്ലീസ് കേറിക്കോളൂ. ഐക്കൺ കൺസൾട്ടൻസി ആണ് യെല്ലോ ക്ലൗഡ് നൽകുന്ന ഞങ്ങളുടെ മെഡൽസ് നൽകാൻ പോകുന്നത് ലിഷോയ് ചേട്ടനാണ്. സോ
മതി മതി ചേച്ചി, ഇവിടെ നിൽക്കാം. യെസ്, ബാക്കി ലിഷോ ചേട്ടൻ ഓരോ മെഡൽസ് ആയിട്ട് നൽകാം. പ്ലീസ് സർ, മാമിനും കൂടെ ഇങ്ങോട്ട് നിൽക്കാം സർ, പ്ലീസ്. സോ മെഡൽസ് നൽകുകയാണ്. ഇനി ഞങ്ങളുടെ പ്രശംസാ പത്രമാണുള്ളത്. പ്രശംസാ പത്രം ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൂപ്പിന് ഇവിടെ നിൽക്കുന്ന 3 പേർക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ സുദീന മാം ആണ് നൽകാൻ പോകുന്നത്. പ്ലീസ്, ആദ്യത്തെ ഗ്രൂപ്പിനുള്ള അവാർഡ്സ് ആണ്. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ്. ഇല്ല കഴിഞ്ഞിട്ടില്ല, പേടിക്കണ്ട, ഇനിയുണ്ട്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാറാണ് ബാക്കിയുള്ള ഈ പ്രശംസാ പത്രം കൂടി നൽകുന്നത്. സർ പ്ലീസ്. ആൻഡ് യെസ്, സാറും കൂടി ഒന്ന് അവിടെ പ്രശംസാ പത്രം നൽകാൻ. സാർ ഓക്കെ ആണെന്ന്, സാർ ഇതിൻ്റെ കൂടെ പങ്കാളിയായി, അതുകൊണ്ട് മാത്രമാണ്. സോ അടുത്തതായിട്ട് മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നത്. സോ എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു സാന്നിധ്യത്തിൽ നമുക്കത് ക്യാഷ് പ്രൈസ് സാർ നൽകാം. സാർ ഓക്കെ അല്ലേ? കേരള വിഷന്റെ ക്യാഷ് പ്രൈസ് ആണ് സാർ, അതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് സുബ്രഹ്മണ്യൻ സാർ ഓൾറെഡി ഉണ്ട്. സോ സാർ നൽകിയിരിക്കുകയാണ്. കീർത്തി റൈസിന്റെ സെയിൽസ് മാനേജർ പ്രശാന്ത് മേനോനാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ക്യാഷ് പ്രൈസ് നൽകിയിരിക്കുന്നത്. രണ്ടും ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്ലയൻസ് ആണ് ഇന്നത്തെ ഷോയിൽ. സോ കീർത്തി റൈസിന്റെ സെയിൽസ് മാനേജർ പ്രശാന്ത് മേനോനൊപ്പം തന്നെ മിസ്സസ് സുദീന വിയസ്, സീനിയർ വൈസ് പ്രസിഡന്റ് ഫോർ ദി സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 2 ടീമിനുള്ള ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു നന്ദി, അസോസിയേറ്റ് ചെയ്തതിനുള്ള നന്ദി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ടുഡേ ആൻഡ് താങ്ക് യു സോ മച്ച് ദി എൻറ്റയർ ടീം. ലിഷോ ചേട്ടാ ഒരു അവാർഡ് കൂടി നൽകാനുണ്ട്, അതുകൊണ്ട് മാത്രം ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ലിഷോ ചേട്ടൻ അടുത്ത അവാർഡ് നൽകാനായിട്ട് ഒരുങ്ങുകയാണ്. ആൻഡ് ഈ ഒരു അവാർഡിന് വേണ്ടിയുള്ള പ്രശംസാപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടി മൈജിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മിസ്റ്റർ പ്രസീദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് സിഡ്കോയുടെ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് അവാർഡ്സിൽ ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് നേടുന്നു ഞങ്ങളുടെ നെക്ടർ പ്ലസ് മേലൂർ ചാലക്കുടി.